2024 ജനുവരി 17-നാണ് സാംസങ് ഗാലക്സി S24 സീരീസിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ കേട്ടിടത്തോളം ലീക്സും കാര്യങ്ങളൊക്കെ ആ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടെങ്കിൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫീച്ചർ ആ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അത് ശരിക്കും ആ ഒരു സ്മാർട്ട് ഫോണിൽ 100% ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാൻ സാധിക്കും മറ്റുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പറയുന്ന പോലെ ചുമ്മാ ഒരു ഇന്നോവേഷൻ എന്നുള്ള വേർഡ് മാത്രമായിരിക്കില്ല, അത് ശരിക്കും ട്രൂലി ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇനി മാത്രമല്ല ജനുവരി 17 തന്നെ നമുക്ക് മാക്സിമം സാംസങ് ഗാലക്സി S24, S24 പ്ലസ്, S24 അൾട്രയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ നമുക്ക് മാക്സിമം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി S24 അൾട്രയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ലീക്കായിട്ട് കിട്ടിയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കാണാവുന്നതാണ്. ആദ്യമായിട്ട് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിയ രീതിയിലുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഐഫോണിൻ്റെയും സാംസങ്ങിൻ്റെയും ഡിസൈനേഴ്സ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും ലക്കിസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സ്. കാരണം ഒരു ഡിസൈൻ അവർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു 4-5 വർഷത്തേക്ക് അവർക്ക് ഉലകം ചുറ്റാൻ സമയം കിട്ടും. കാരണം വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നീട് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ആ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ അവർ കുറച്ച് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി മാറ്റിയെന്നതും ബോഡി ഫ്രെയിമിൽ ടൈറ്റാനിയം ഉൾപ്പെടുത്തിയെന്നത് കൊണ്ടാണ്. അതിൽ തന്നെ ടൈറ്റാനിയം ആയതുകൊണ്ട് ഒരു ശകലം ബോഡി വെയിറ്റ് കുറയും എന്നുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം അതിലുണ്ട് എന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് S24 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരിക്കും ഉൾപ്പെടുത്തുക. S24ലും S24 പ്ലസിൽ എക്സിനോസിൻ്റെ പ്രോസസ്സർ ആയിരിക്കും വരിക. അതൊരു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഒരു S23 FEയിലൊക്കെ വന്ന പോലെ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ സ്നാപ്ഡ്രാഗൺ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലേക്കെങ്കിലും ഒരു പക്ഷേ സ്നാപ്ഡ്രാഗൺ വരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ വെറും സാധ്യതകൾ മാത്രമാണ്. പിന്നീട് വലിയൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് S23 അൾട്രയിൽ അവർ ഉപയോഗിച്ചിരുന്നത് 10x ടെലിഫോട്ടോ സൂം ആയിരുന്നെങ്കിൽ ഇതിൽ അത് 5x ആക്കി കുറച്ചിട്ടുണ്ട്. പക്ഷേ 10 മെഗാ പിക്സൽ ആയിരുന്നത് അത് 50 മെഗാ പിക്സൽ എന്നുള്ള രീതിയിൽ റെസൊല്യൂഷൻ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി 10x സൂം ഒന്നും അധികം ആളുകൾ യൂസ് ചെയ്യില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ S24 അൾട്രയിൽ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ് ടു 4x വരെ യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതെ നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ഒരു S24 അൾട്ര അല്ലെങ്കിൽ S24 സീരീസ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എനിവേ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറും കളിയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. എസ്പെഷ്യലി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനൊക്കെ നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടു കൂടി തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഇതുപോലെ ഒത്തിരി നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു S24ൽ ഉൾപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI കോളിംഗ് ഫീച്ചറാണ്. ഇത് കേട്ടിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം എന്താണ് ആ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹിന്ദിക്കാരനെ ഇവിടെ നിന്ന് സ്മാർട്ട് ഫോണിൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹിന്ദിക്കാരന് ഞാൻ പറയുന്ന കാര്യം മലയാളത്തിലാണെങ്കിൽ പോലും അവൻ അത് ഹിന്ദിയിൽ കേൾക്കുകയും അവൻ അത് ഹിന്ദിയിൽ നമുക്ക് റീപ്ലൈ തരുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ അത് മലയാളത്തിൽ കേൾക്കുമെന്നതാണ് ഈ ഒരു AI കോളിംഗ് ഫീച്ചർ എന്നുള്ളത് കൊണ്ട് ലീക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഭാഷ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആണെന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആണോ ഉള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഇത്തരത്തിലൊരു ഫീച്ചർ ഉള്ളതാണെങ്കിൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് ചൈനക്കാരനോടാണെങ്കിലും ഇംഗ്ലീഷുകാരനോടാണെങ്കിലും ഏത് രാജ്യത്തുള്ള ആളുകളോട് നമുക്ക് ആ ഒരു തത്സമയം സംസാരിക്കാൻ, നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമെന്നതും അവർ പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമെന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടെങ്കിൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു ജനുവരി 17 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടന്നതുള്ളതും അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ വെറും ഒരു ലീക്ക് എന്നുള്ള രീതിയിലുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ജനുവരി 17 കാണാവുന്നതാണ്. കേട്ട ലീക്സും കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ ഒരു ജനുവരി 17 വരുന്നത് ട്രൂലി കിങ് ഈസ് കമ്മിങ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രയും ഗ്രേറ്റ് ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ലോഞ്ച് ഇവൻ്റ് ആയിരിക്കും ആ ഒരു ജനുവരി 17 നടക്കാൻ പോവുക. ഐഫോൺ 15 Pro 15 Pro Max ഒക്കെ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഒരു ജനുവരി 17 ശേഷം ആ ഒരു ലോഞ്ച് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും S24 സീരീസ് ആണോ മികച്ചത് അല്ലെങ്കിൽ iPhone 15 സീരീസ് ആണോ മികച്ചത് എന്ന്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഏതാണ് ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് എന്നുള്ളത്. എനിവേ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആ ഒരു ജനുവരി 17 തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു വീഡിയോ നമുക്ക് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതാണ്. എനിവേ വീഡിയോസും കാര്യങ്ങളും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 സീരീസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.